ഹായ്. ഡേ 8നെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയാം. കുറച്ച് പേരെന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഡോക്ടറാണോ എന്ന്. ഞാൻ ഡോക്ടറല്ല, ബേസിക്കലി ഞാൻ നേഴ്സാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. ഞാനതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഞാൻ സെഷൻസ് ചെയ്യാറുണ്ട്. കൂടാതെ സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. ഇത്രയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇന്ന് നമുക്ക് ഡേ 8നെ കുറിച്ച് സംസാരിക്കാം. ഡേ 8 പറയാനുള്ളത് യു ആർ ഇനഫ്. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് തൃപ്തിയുണ്ട് എങ്കിൽ അത് മതി. നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്താലും യെസ്, ഐ ആം ഇനഫ്, ഞാൻ അത്രയും ചെയ്തു, ആ ചെയ്തത് ഇനഫാണ്, എനിക്കത് മതി, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് ഓടുകയല്ല ചെയ്യേണ്ടത്. അതിനനുസരിച്ച് നമ്മളുടെ മനസ്സ് ഡെസ്പാവാൻ പാടില്ല. നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് തോന്നാൻ പാടില്ല. അവർ പറയുന്നത് എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത്, അതിനാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് തൃപ്തിയുണ്ട് എങ്കിൽ പുറമേയുള്ളവരാരെന്ത് പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ, അവർ പറഞ്ഞോട്ടെ, അതവരുടെ ലിമിറ്റേഷൻസാണ്. ഐ ആം ഇനഫ്, ഞാൻ മതി, എനിക്ക്. കുറവുകളും പോരായ്മകളും എല്ലാം എല്ലാവർക്കും ഉണ്ടാവും. ആരും 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. പക്ഷേ നല്ലത് ഏതാണോ ചീത്ത ഏതാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ ഇനഫാണ്, അല്ലേ? സോ ബിലീവ് യുവർ സെൽഫ്, യു ആർ ഇനഫ്. ഞാൻ രാജി രാജേഷ്, വിമൻസ് ഡൈനാമിക് കോച്ച്. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായി എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.